2 ദിവസം മുൻപേ പുല്ലഴി കോൾപ്പടവിൻ്റെ മനോഹരമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ കണ്ടു. അപ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക് പെട്ടെന്ന് എനിക്ക് തോന്നി ഒന്ന് അവിടെ പോയാലോ എന്ന്. ഞാൻ 24 വർഷത്തോളമായി പുല്ലഴി ദേശത്ത് എത്തിയിട്ട് എങ്കിലും ഇതുവരെ പുല്ലഴി കോൾപ്പടവും അവിടെയുള്ള സ്ഥലങ്ങളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇന്നലെ ഈവനിങ്ങിൽ ഞാനും ദേവയും ചേട്ടത്തിയമ്മയും വസന്തയും കൂടിയിട്ട് പ്രകാശൻ്റെ ഓട്ടോറിക്ഷയിൽ പുല്ലഴി കോൾപ്പടവിലേക്ക് പോയി. നല്ല ഭംഗിയുള്ള സ്ഥലം, നല്ല ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും റീൽസ് എടുക്കാനും ഒക്കെ പറ്റിയ സ്ഥലം. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ തന്നെ കാണാം കുറേ സൂര്യകാന്തി പൂക്കൾ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നുണ്ട്. പക്ഷേ ഒരു 2 ആഴ്ച മുൻപേ വരികയായിരുന്നെങ്കിൽ കൂടുതൽ പൂക്കൾ കാണാമായിരുന്നു. കുറേ പൂക്കളൊക്കെ വാടി തുടങ്ങിയിരിക്കുന്നു. അത് ഉണങ്ങി വിത്തിന് വേണ്ടി നിർത്തിയിരിക്കുക തോന്നുന്നുണ്ട്. അങ്ങനെ കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കുറേ പച്ചക്കറി കൃഷി കാണാം. അവിടെ 2 സൈഡിലായിട്ട് കുറേ പച്ചക്കറികൾ കൃഷി ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം ഈ സൂര്യകാന്തി പൂക്കളും വിടർന്ന് നിൽക്കുന്നുണ്ട്. ഞങ്ങൾ അവിടെ എത്തുമ്പോൾ അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നിറയെ ആളുകൾ എത്തി തുടങ്ങി അവിടെ. അവിടെ ചെണ്ടുമല്ലി, ഓറഞ്ച് ചെണ്ടുമല്ലി, മഞ്ഞ ചെണ്ടുമല്ലി, പിന്നെ കുറേ വെജിറ്റബിൾസ്, അതായത് വെണ്ടയ്ക്ക, സവാള, കൈപ്പയ്ക്ക, മത്തങ്ങ, കുമ്പളങ്ങ, എല്ലാ തരത്തിലുള്ള പച്ചക്കറികളുമുണ്ട്. 2 സൈഡിലും നിറയെ വെണ്ടയ്ക്കായ നിൽക്കുന്നുണ്ട്, ചീര, പിന്നെ സവാള, എന്തൊക്കെ തരം പച്ചക്കറികളാണ്. നല്ല ഭംഗിയുള്ള സ്ഥലം, വളരെ മനോഹരമായിട്ട് ഇരിക്കുന്നുണ്ട് അവിടെ കാണാൻ. ദേവിക്കും ഈ സ്ഥലം ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസ് എടുത്തു. അങ്ങനെ വളരെ രസകരമായിട്ട് ഇന്നലത്തെ ഈവനിങ് അവിടെ സ്പെൻഡ് ചെയ്തു. സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാരേ, പ്രേമപൂജാ പുഷ്പവുമായി നീ തേടുവതാരേ, ആരേ തേടുവതാരേ, ആരേ. സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാരേ. എല്ലാ വർഷവും ഇതുപോലുള്ള സൂര്യകാന്തി കൃഷിയും അതുപോലെ പച്ചക്കറി കൃഷിയൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ഇതാദ്യമായിട്ടാണ് ഞാൻ ഇത് കാണുന്നതും ഇതൊക്കെ ആസ്വദിക്കുന്നതും. ഇതിൻ്റെ ന്യൂസ് എല്ലാം വീഡിയോസും ന്യൂസും എല്ലാം എല്ലാ ന്യൂസ് പേപ്പറിലും ചാനലുകളിലും ഒക്കെ കാണാറുണ്ട്. ഇതിപ്പോൾ ഈ വർഷം എനിക്കത് നേരിട്ട് ആസ്വദിക്കാൻ ഉള്ള അവസരം ഉണ്ടായി. കുറേ ആളുകളും വന്ന് അവിടെ റീൽസ് എടുക്കുന്നു, ഫോട്ടോസ് എടുക്കലും ഒക്കെ ആയിട്ട് നല്ല തിരക്കായിരുന്നു. കുറച്ച് ഞങ്ങൾ പോരേണ്ട സമയമായപ്പോഴേക്കും നല്ല തിരക്കായി അവിടെ. ഇവിടെ വിളവെടുത്ത പച്ചക്കറികളൊക്കെ വിൽക്കാനായിട്ട് അവിടെ ഒരു ഷെഡ് കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ എല്ലാവിധ പച്ചക്കറികളും ഉണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു, ഒരു ചുക്ക് കാപ്പി കുടിച്ചു, അങ്ങനെ വാട്ടർ മെലൺ കഴിച്ചു. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ ചുറ്റിപ്പറ്റി നിന്ന് ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോന്നു.